ഇത് നമ്മുടെ ഇവിടെയുള്ള മാതള നാരാണ്. പിന്നെ മാതള നാര എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. ഈ പിന്നെ പൂജക്കെല്ലാം എടുക്കുന്ന നാരങ്ങയാണിത്. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുത്ത് നിങ്ങളെല്ലാം കാണിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് കണ്ടോ, ഇത് നല്ലോണം പഴുത്ത് മഞ്ഞ കളർ വരും. അന്നേരമാണ് നമ്മൾ ഇത് പറിച്ച് കറിയാക്കുക ചെയ്യുന്നത്. നാരങ്ങ കറി എന്ന് പറയുന്നത് കറിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അച്ചാറിടലല്ല, പുളി ഒഴിച്ചിട്ടുള്ള കറിയാണ്. പക്ഷേങ്കിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കണം. അല്ലെങ്കിൽ പുളി ഉള്ളത് കൊണ്ട് ഈ ഫംഗസ് വരും. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ പിന്നെ തണുപ്പ് മാറി കഴിച്ചാൽ മതി. ഇതാണ് ഇവിടെയെല്ലാം ഈ കണ്ണൂരാണ് എൻ്റെ വീട്. പിന്നെ കണ്ണൂർ സൈഡ് ഇരിട്ടി എന്ന് പറയും. അപ്പോൾ അവിടെ എല്ലാം കല്യാണത്തിന് തലേ ദിവസം മൺകലത്തിലാണ് ഈ നാരങ്ങക്കറി. ഇപ്പോൾ എല്ലാവരും അങ്ങനെ ഉണ്ടാക്കുന്നോന്നറിയില്ല. പക്ഷേ പണ്ടേ കാലങ്ങളിലും എവിടെ നാരങ്ങ ഉണ്ടായാലും അന്വേഷിച്ച് വാങ്ങിച്ച ഈ നാരങ്ങക്കറിയാണ് കല്യാണത്തിന് ഉണ്ടാക്കുന്നത്. പിന്നെ കല്യാണത്തിൻ്റെ സദ്യയിൽ ഭയങ്കര ഒരു ഇതാണ് നാരങ്ങക്കറി. അപ്പം ഞാൻ ഈ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ആർക്കും അറിയില്ലെങ്കിലോ എന്ന് ഓർത്താൽ നാരങ്ങ കാണിക്കാലോ എന്ന് ഓർത്തിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. ഇവിടെ ഒരു കാന്താരി മുളകുണ്ട്. ഇത് ഇവിടെ തന്നെത്താനെ കിളുത്തതാണ്. ഇങ്ങനെ വീണ് പൊടിച്ച ഈ കുരു കൊണ്ട് തന്നെത്താനെ വീണ് കിളുത്തിട്ട് അപ്പം ഞാൻ വെള്ളമൊക്കെ നനച്ച് കൊടുത്തപ്പോൾ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, അപ്പം നിറച്ചും നന്നായിട്ട് നല്ലോണം എല്ലാ ദിവസവും ഞാൻ വെള്ളം നനച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ട് കണ്ടോ, പഴുത്തിട്ടുണ്ട്. അതെങ്കിൽ പറിച്ചെടുക്കണം, അല്ലെങ്കിൽ കാക്ക കൊണ്ടുപോകും. ഇത് ചെറുനാരയാണ്. ചെറുനാരത്തിൻ്റെ കണ്ടോ, ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ എല്ലാം പൂവ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം കൊഴിഞ്ഞു പോയി തോന്നുന്നു. വെള്ളം നനക്കുന്നൊക്കെയുണ്ട്. കണ്ടോ, ഇതാണ് നിറച്ചും നാരങ്ങ ഉണ്ടായിരുന്നു. നിറച്ചും പൂവ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പൂവ് കാണുന്നില്ല, എല്ലാം കൊഴിഞ്ഞു പോയി എന്നാണ് തോന്നുന്നത്. മാങ്ങ നിറച്ചും മാവ് പൂത്തിട്ട് ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. നിറച്ചും മാവ്. ഇപ്പം എല്ലാം എല്ലാവരും മൂത്ത മാങ്ങ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുത്തു. പിന്നെ ഇത് കാണാൻ എങ്ങനെയെന്നേ ഉള്ളൂ. പക്ഷേ മാങ്ങ അത്ര ഗുണമൊന്നുമില്ല കേട്ടോ. പഴുത്താലും അത്ര വലിയ ഗുണമുള്ള മാങ്ങയൊന്നുമല്ല ഇത്. കാണാൻ ഇങ്ങനെ നിറച്ചും പൂത്ത് കൊമ്പൊക്കെ ഇതാക്കണ്ട കൊലഞ്ഞ് കുത്തി ഇങ്ങനെ നിൽക്കും. പക്ഷേങ്കിൽ ഇത് മാങ്ങ അത്രയും ഗുണമുള്ള മാങ്ങയൊന്നുമല്ല. ഇതെന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ഇതെല്ലാം ചെടി ഉണ്ടോ, കറിവേപ്പില, ഇങ്ങനെയെല്ലാം ഇത് ഉണ്ടോ, വലിയൊരു കറിവേപ്പിലയുണ്ട് ഉണ്ടോ, കുറച്ച് ഇങ്ങനെ ഇതിനകത്തെല്ലാം പയറ് വിത്ത് നട്ട് ഞാൻ വെള്ളം നനച്ച് കൊടുത്തു. അവിടെയെല്ലാം ഉണ്ടാവുന്ന അല്ലാതെ പൂത്ത് തുടങ്ങി കേട്ടോ, നിറച്ചും പൂക്കുന്നുണ്ട്. അടുത്ത വീട്ടിൽ ഇത് ഉണ്ടമുളകാണ്. ഉണ്ടോ, ഉണ്ടമുളക് നിറച്ചും ഉണ്ടാവുന്നുണ്ട്. കായ് വിത്ത് ഇതാ പയറുണ്ടാകാൻ തുടങ്ങി കേട്ടോ. ഉണ്ടോ, ഇത് കറ്റാർ വാഴ കണ്ടോ, കുറേ കറ്റാർ വാഴയുണ്ട്. ഇത് ഒറ്റൊരു ചെറിയ കുഞ്ഞിനെ കൊണ്ടുവച്ച അതിപ്പം നന്നായിട്ട് ഇത്രയും കറ്റാർ വാഴയായി. ഇതെല്ലാവർക്കും അറിയില്ല. ഇതാണ് എരിക്ക്. ഇത് കണ്ടോ, ഇതിൻ്റെ പിന്നെ നമ്മുടെ കാമനിയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ പൂവ് ഇതിൻ്റെ അകത്തുനിന്ന് മാല കോർത്തിട്ട് കാമനിയെല്ലാം ഇടും. പിന്നെ ഇതിന് പ്രധാന ഇതിൻ്റെ ഇല ഇങ്ങനെ കാലിൻ്റെ മടമ്പ് എന്തോ ഒരു വേദനയെല്ലാം വരില്ല. അന്നേരമെല്ലാം ഇത് ചൂടാക്കി വെയിലത്ത് വെച്ച് ഒന്ന് വാടിയിട്ട് പിന്നെ ഇത് മടമ്പിന് ഇങ്ങനെ കെട്ടും എന്നെല്ലാം പറയുന്നേക്കാം. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ ഈ തണ്ടില്ലേ, ഈ തണ്ടില്ലേ ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ പാല് കാണുന്നു. ഇതിൻ്റെ പാലില്ലേ, ഇതാ കണ്ട, ഈ പാല്
പിന്നെ നമ്മളെ കാലിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ആണി രോഗം എന്ന് പറയുന്നില്ലേ, ഓരോരാൾക്ക് എല്ലാം വരില്ല. അപ്പോൾ ഇതിൻ്റെ പാല്, ആ ആണി രോഗം വന്ന് ആ കുഴീനകത്ത് അത് ഇളക്കി കളഞ്ഞിട്ട് ഈ പാൽ ഒഴിച്ച് വെച്ചാൽ മതി. അന്നേരം 2-3 ദിവസം ഇങ്ങനെ ചെയ്യുമ്പം പിന്നെ അത് മാറിക്കോളും. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ. പിന്നെ അത് നല്ലതാണെന്നാണ് പറയുന്നത്. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.